ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലീനിയർ ഡിപ്പെൻഡൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ലീനിയർ ഡിപ്പെൻഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്. നമുക്ക് ആദ്യം വി ഒരു വെക്ടർ സ്പേസ് ആയി എടുക്കാം. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി. ഓക്കെ, ഈ വി എന്നുള്ളതൊരു വെക്ടർ സ്പേസ് ആണ് ഓവർ എ ഫീൽഡ് എഫ് ആൻഡ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി. ദെൻ എ സബ്സെറ്റ് S of V is said to be linearly dependent if there exist distinct vectors alpha 1, alpha 2, etc. alpha n in S and C1, C2, C3, etc. Cn in F such that C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n equal to 0 and these Ci's not all 0. ഓക്കെ, അതായത് വി എന്നുള്ളതൊരു വെക്ടർ സ്പേസ് ആണ്, എസ് അതിൻ്റെ സബ്സെറ്റ് ആണ്. എസ്സിലെ കുറച്ച് എലമെൻറ്റ്സ് ആണ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്നത്. C1, C2, എക്സെട്ര Cn എന്ന് പറയുന്നത് സ്കെയിലാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ ഈ Ci's, ഈ സ്കെയിലാസ് നോട്ട് ഓൾ വിച്ച് ആർ 0, ഇതിൽ ഏതെങ്കിലും ഒരു Ci's നോട്ട് ഈക്വൽ ടു 0 ആവാൻ പാടില്ല. എന്നിട്ട് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര Cn ആൽഫ എൻ ഈക്വൽ ടു 0. അതായത് 0ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് ഈ വെക്ടേഴ്സ്. ഈ വെക്ടേഴ്സിൻ്റെ ഫോമിൽ 0ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു Ci നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ എല്ലാ Ci'സും 0 ആണെങ്കിൽ അപ്പോൾ ഈ വെക്ടേഴ്സിനെ എന്ത് പറയാം? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എ സെറ്റ് വിച്ച് ഈസ് നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഈസ് കോൾഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി കുറച്ച് റിസൾട്ട്സ് നമുക്ക് നോക്കാം. Any set which contains a linearly dependent set is linearly dependent. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് എന്തായാലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് സൂപ്പർ സെറ്റ് ഓഫ് എ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് റിസൾട്ട്, any subset of linearly independent set is linearly independent. Third result, any set which contains the 0 vector is linearly dependent. And the fourth one is, a set S of vectors is linearly independent if and only if each finite subset of S is linearly independent. That is, if and only if for any distinct vectors alpha 1, alpha 2, etc. alpha n of S, C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n equal to 0 implies each Ci equal to 0. ആദ്യത്തെ റിസൾട്ട് എന്തായിരുന്നു? എനി സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു സെറ്റ് എസ് എടുക്കാം. ഓക്കെ, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് വിചാരിക്കാം. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൽ വെക്ടേഴ്സ് ആണ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ദർ എക്സിസ്റ്റ് സ്കെയിലാസ് C1, C2, എക്സെട്ര Cn സച്ച് ദാറ്റ് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര Cn ആൽഫ എൻ ഈക്വൽ ടു 0. അതിൽ ഏതെങ്കിലും ഒരു Ci 0 ആവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സപ്പോസ് CR എന്നുള്ളൊരു എലമെൻറ്റ് 0 അല്ല എന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു സ്കെയിലാർ 0 അല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. ഇനി പറയുന്നത് ഈ എസ്സിൻ്റെ ഒരു സൂപ്പർ സെറ്റ്, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു സെറ്റ് എടുത്താലും അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെക്ടേഴ്സിനേക്കാളും കുറച്ച് കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്നിന് പകരം നമ്മൾ ഒരു എക്സെട്ര ആൽഫ എം വരെ എടുക്കേണ്ടെന്ന് വിചാരിക്കും. വേർ എം ഈസ് ഗ്രേറ്റർ ദാൻ എൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എം ഗ്രേറ്റർ ദാൻ എൻ.
എന്നിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റ് നമ്മൾ എടുക്കുകയാണ്. ആൽഫ 1, ആൽഫ 2 എക്സിട്ര ആൽഫ n എക്സിട്ര ആൽഫ m. അപ്പോൾ നമുക്ക് അവിടെ C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സിട്ര Cm ആൽഫ m ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ, ഇതിലേതെങ്കിലും ഒരു Ci നോട്ട് ഈക്വൽ ടു 0. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെ എന്താണ്, CR നോട്ട് ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ഇവിടെ Cn വരെയുള്ള എലമെൻറ്റിൽ ഒരു CR നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു CR നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ m എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് റിസൾട്ട് എന്തായിരുന്നു, സബ്സെറ്റ് ഓഫ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എസ് എന്നുള്ളൊരു സെറ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, എസ് എന്നുള്ള സെറ്റ് എന്തായിട്ട് എടുക്കുന്നു, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് എഴുതാം, ഇപ്പോൾ ഇതിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സിട്ര Cn ആൽഫ n ഈക്വൽ ടു 0. ഇതിലുള്ള എല്ലാ Ci'സും 0 ആണ്. C1 C2 എക്സിട്ര ഓൾ Ci's ആർ 0 എന്നാണ് അതിൻ്റെ അർത്ഥം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എല്ലാ സ്കെയിലാസും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓൾ Ci ഈക്വൽ ടു 0, എല്ലാ Ci'സും 0 ആണ്. ഇനി ഇതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വെക്ടേഴ്സ് ഇല്ല, നമുക്ക് ആൽഫ 1 ആൽഫ 2 എക്സിട്ര ആൽഫ m വെക്ടേഴ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ n ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ, C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സിട്ര Cm ആൽഫ m ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഓൾ Ci ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലുള്ള എല്ലാ Ci'സും 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനി സബ്സെറ്റ് ഓഫ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 0 ആണെന്ന് നമ്മൾ എങ്ങനെയാണ്, എല്ലാ Ci'സും 0 ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം, നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ എല്ലാ Ci'സും 0 ആണ്. ഓക്കെ, ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ എല്ലാ Ci'സും 0 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ Ci'സും 0 ആണെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ എല്ലാ Ci'സും 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നുണ്ടാവുക, C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 എക്സെട്ര Cm ആൽഫ m എന്നുള്ളൊരു ടേം ഇതിൻ്റെ ഇടയിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ Ci'സും എന്ത് തന്നെയാണ് വരുന്നത്, 0 ആണ് വരുന്നത്. കാരണം ഇതിലേതെങ്കിലും ഒരെണ്ണം നോൺ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് ഇതുപോലെ 0 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഈ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു നോൺ 0 എലമെൻറ്റ് ഇതിൻ്റെ ഇടയിൽ വന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി പോവില്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഒരു റെപ്രസെൻറ്റേഷൻ ട്രൂ ആണ്. ഈ ഒരു റെപ്രസെൻറ്റേഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു കുറച്ച് എലമെൻറ്റ്സ് എടുത്തിട്ട് 0ക്ക് കയറ്റി ഇതിലും എല്ലാ Ci'സും എന്ത് തന്നെയായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ അത് നോൺ 0 ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിന് കോൺട്രഡിക്ഷൻ ആണത്. ഓക്കെ, അതുകൊണ്ട് ഇതിലെല്ലാ Ci'സും എന്ത് തന്നെയേ വരുള്ളൂ, 0 തന്നെയേ വരുള്ളൂ. അതുകൊണ്ട് ഈ m വെക്ടേഴ്സ് എന്ത് തന്നെയായിട്ട് വരിക, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. ഓക്കെ, അടുത്ത റിസൾട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു സെറ്റിൽ 0 വെക്ടർ ഉണ്ടെങ്കിൽ ഒരു വെക്ടർ നമുക്കിപ്പോൾ ഒരു വെക്ടർ ആൽഫ 1 ആൽഫ 2 0 ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഒരു 0 വെക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു. അപ്പോൾ നമുക്കിതിനെ C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് C3 ആൽഫ 3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണമെങ്കിൽ എന്താണ്, ഇതിലേതെങ്കിലും ഒരു Ci നോൺ 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് ഇവിടെ ആൽഫ 3ൻ്റെ പ്ലേസിൽ വന്നിട്ടുള്ളത് 0 ആണ്. അപ്പോൾ C3ക്ക് നമുക്ക് 1 ഇൻറ്റു 0 എന്ന് കൊടുത്താൽ പ്രശ്നമുണ്ടോ, ഇല്ലല്ലോ. 1 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇവിടെ ആൽഫ 3ൻ്റെ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്, 0. പിന്നെ നമുക്ക് C3ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, 1 കൊടുക്കാം. ഓക്കെ, കാരണം 1 ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ 1 എന്നുള്ളത് നോൺ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ.
അല്ലേ? അപ്പോൾ ഈ സീറോൻ്റെ കൊയഫിഷ്യൻറ്റ്, അതായത് ഈ സ്കെയിലാറിനെ നമുക്ക് 1 × 0 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഇത് നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇങ്ങനൊരു സീറോ വെക്ടർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതിന് 0 × 0 എന്നും എഴുതാം, പക്ഷേ ഇവിടെ 1 × 0 എഴുതിയാലും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഇതെന്തായാലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഡെഫിനേഷനാണ് ബേസിസ് എന്താണ്. എന്താണ് ബേസിസ് എന്ന് പറഞ്ഞാൽ, വി എന്നുള്ളതൊരു വെക്ടർ സ്പേസ് ആണ് ഓവർ എ ഫീൽഡ് എഫ്. ദെൻ എ ബേസിസ് ഫോർ വി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എസ്. linearly independent set of vectors in V which spans the space V. അതായത് എസ് എന്നുള്ളൊരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയും വേണം, അതുപോലെ അത് സ്പാൻ ചെയ്യുകയും വേണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ എസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ബേസിസ് എന്ന് വിളിക്കാം. വി എന്നുള്ളൊരു വെക്ടർ സ്പേസ് ആണ്, എസ് എന്നുള്ളത് ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇത് ബേസിസ് ആവണമെങ്കിൽ എസ് എന്നുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയും വേണം. എസ് എന്നുള്ള സെറ്റ് വിയിൽ ഏത് വെക്ടേഴ്സ് എടുത്താലും എസ് എന്നുള്ള സെറ്റ് വെച്ച് സ്പാൻ ചെയ്യാൻ പറ്റുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ബേസിസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ബേസിസിലെ എലമെൻസിൻ്റെ നമ്പർ അനുസരിച്ച് ഇത് ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണോ ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ദ സ്പേസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷനൽ ഇഫ് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് ബേസിസ്. അപ്പോൾ എപ്പോഴും ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഫൈനൈറ്റ് ബേസിസ് ആണെങ്കിൽ നമ്മൾ ഫൈനൈറ്റ് ഡയമെൻഷനൽ വെക്ടർ സ്പേസ് എന്ന് പറയും. ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് ഡയമെൻഷനൽ വെക്ടർ സ്പേസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് 4 വെക്ടേഴ്സ് തന്നിരിക്കുകയാണ്, ആൽഫ 1, ആൽഫ 2, ആൽഫ 3, ആൽഫ 4. ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമ്മളോട് കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്താ എഴുതണം, C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് C3 ആൽഫ 3 പ്ലസ് C4 ആൽഫ 4 ഈക്വൽ ടു 0. നമുക്ക് പ്രൂവ് ചെയ്യണം എന്താ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു C1 C2 C3 C4 ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയിരിക്കും. എല്ലാ C1 C2 C3 C4 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് എഴുതി ഇക്വേഷൻസ് ഒക്കെ എഴുതി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ ലെങ്തി പ്രോസസ്സാണ്. ഓക്കെ, ലെങ്തി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇപ്പോൾ C1 × 3 0 -3 പ്ലസ് C2 × -1 1 2 പ്ലസ് C3 × 4 2 -2 പ്ലസ് C4 × 2 1 1 ഈക്വൽ ടു 0. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 3C1 -C2 പ്ലസ് 4C3 പ്ലസ് 2C4 ഈക്വൽ ടു 0. ഇതുപോലെ ബാക്കിയുള്ള ഇക്വേഷൻസും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ആദ്യത്തെ 0C1, അപ്പോൾ അത് വരില്ല. നെക്സ്റ്റ് C2 പ്ലസ് 2C3 പ്ലസ് C4 ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ -3C1 പ്ലസ് 2C2 പ്ലസ് -2C3 പ്ലസ് C4 ഈക്വൽ ടു 0. എന്നിട്ട് ഈ 3 ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഈ 3 ഇക്വേഷൻസും സോൾവ് ചെയ്ത് നമ്മൾ C1 C2 C3 C4ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് കണ്ടുപിടിച്ച് എല്ലാം 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് മെട്രിക്സ് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണ് മെട്രിക്സ് മെത്തേഡ്? മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ ഒരു ഹോമോജീനിയസ് സിസ്റ്റം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. AX = 0 എന്നുള്ളൊരു ഹോമോജീനിയസ് സിസ്റ്റം, അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സുകൾ എഴുതുക, 3 -1 4 2. അതുപോലെ ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് 0 1 2 1. നെക്സ്റ്റ് -3 2 -2 1. ഇങ്ങനെ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതുക. ദെൻ എക്സിലത്തെ എലമെൻറ്റ്സ് XY Z W എന്ന് എഴുതാം, ഈക്വൽ ടു ഇവിടെ 0 0 0 0 ഇങ്ങനെ എഴുതുക.
ഇങ്ങനെ എഴുതി മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താ വെച്ചാൽ ലീനിയർലി ഇവിടെ വാല്യൂസ് കാണുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല. C1 C2ൻ്റെ വാല്യൂസ് നമുക്ക് എന്താണെന്ന് കറക്റ്റ് എഴുതുന്നതില്ല. നോൺ സീറോ ആണോ സീറോ ആണോ അത്രയും നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റാങ്ക് കാണലാണ്. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ റാങ്ക് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ എത്ര റോസ് ആണുള്ളത്? 3 റോസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ റാങ്ക് ഈക്വൽ ടു 3 തന്നെയാണെങ്കിൽ നമുക്കിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഈക്വൽ ടു റാങ്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് റാങ്ക് തന്നെയാണ് ഇവിടെ റോസിൻ്റെ എണ്ണം കിട്ടിയതെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി നമുക്ക് റാങ്ക് 3നേക്കാളും കുറവാണ് കിട്ടിയെന്ന് വിചാരിക്കും. റാങ്ക് 3യേക്കാളും കുറവാണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഓക്കെ, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു n ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാം വെക്ടേഴ്സ്. അതുപോലെ റാങ്ക് ഈസ് ലെസ് ദാൻ n, റാങ്ക് ഈ നമ്പർ ഓഫ് റോസിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയും. ഓക്കെ, അതൊരു മെത്തേഡ്. ഇനി ഇത് ഇങ്ങനൊരു പ്രശ്നം വന്നത് ഇപ്പോൾ ഇതൊരു m/n മെട്രിക്സ് ആയതുകൊണ്ടാണ്. ഇനി ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? മെട്രിക്സ് എ ആണെന്ന് വിചാരിക്കൂ. ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എന്ത് കണ്ടാൽ മതി? ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. ഓക്കെ, ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താ വരിക വെച്ചാൽ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരിക. നിങ്ങൾ റാങ്ക് കാണുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരിക. അതായത് ഈ വെക്ടേഴ്സിനെ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. 2 × α1 + 2 × α2 - α3 + 0 × α4 ഈക്വൽ ടു 0 എന്നാണ് വരിക. അതായത് 2 2 എന്നൊക്കെ വരുന്നില്ലേ, അത് നോൺ സീറോ ആയിട്ടുള്ള എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ f3/f. കൺസിഡർ ദി വെക്ടേഴ്സ് e1 ഈക്വൽ ടു f3യിലെ വെക്ടേഴ്സിൻ്റെയൊക്കെ ഫോം എന്തായിരിക്കും? 3 ടപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ e1 ഈക്വൽ ടു 1 0 0, e2 ഈക്വൽ ടു 0 1 0, e3 ഈക്വൽ ടു 0 0 1. ഓക്കെ, ഈ വെക്ടേഴ്സിൻ്റെ എന്താ പ്രത്യേകത? ഈ വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 3 വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? C1 × is this vector 1 0 0 plus C2 × 0 1 0 plus C3 × 0 0 0 1 equal to 0. 0 means what? 0 0 0 equal to 0 implies ഇതെന്ത് വരും? ഫസ്റ്റ് കോർഡിനേറ്റ് എന്താ വരിക? C1 എന്ന് മാത്രമേ വരുള്ളൂ. കാരണം ബാക്കി ഈ 2 കോർഡിനേറ്റും 0 ആണ്. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് C1 എന്ന് വരും, സെക്കൻഡ് കോർഡിനേറ്റ് എന്ത് വരും? C2. അപ്പോൾ ഇത് C1 0 0 പ്ലസ് C2, സെക്കൻഡ് എലമെൻ്റ് ആണ് C2 വരുന്നത്, പ്ലസ് തേർഡ് എലമെൻ്റ് ആണ് C3 ആയിട്ട് വരിക, തേർഡ് കോർഡിനേറ്റ്. അപ്പോൾ എന്താ വരിക? ഈ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താ വരിക? C1, C2, C3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 0 0 ആണ്. അപ്പോൾ ഇതിൽ C1 ഈക്വൽ ടു 0 വരും, C2 ഈക്വൽ ടു 0 വരും, C3 ഈക്വൽ ടു 0 വരും. അതിൻ്റെ മീനിങ് എന്താ? C1 α1 + C2 α2 + C3 α3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0, C3 ഈക്വൽ ടു 0. Therefore, these 3 vectors are linearly independent. Consider next example, Fn/f, set of all n tuples over f. Okay, then consider the set e1, e2, e3, etc. en such that e1 equal to 1, 0 0 0 and e2 equal to 0 1, second coordinate 1, next എല്ലാ elements 0, etc. en equal to nth coordinate മാത്രം 1.
ഓക്കെ, ഇങ്ങനെ ഒരു വെക്ടർ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള വെക്ടേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുക, E1 E2 എക്സെട്ര En. അപ്പോൾ ഈ എല്ലാ വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് തൊട്ട് മുൻപിൽ പ്രൂവ് ചെയ്ത 3 ടപ്പിൾ ചെയ്ത് അതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ബേസിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ബേസിസ് എന്ന് പറഞ്ഞാൽ? ബേസിസ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയും വേണം. ആ സെറ്റ് വെച്ച് ഇതിലെ ഏത് എലമെൻ്റ് എടുത്താലും നമുക്കത് വെച്ച് സ്പാൻ ചെയ്യാനും പറ്റണം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മളിത് 3 ടപ്പിൾ വെച്ചിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഇത് n ടപ്പിൾ ആണ്, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടുണ്ട്, ഇത് സ്പാൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലെ എലമെൻസിൻ്റെ ഒരു ഫോം എന്തായിരിക്കും? FN-ലെ എലമെൻസിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു x1, x2, എക്സിട്ര xn. ഇങ്ങനൊരു n ടപ്പിൾ ആയിരിക്കും ആൽഫ FN-ലെ എലമെൻറ്റിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് x1, x2, എക്സിട്ര xn. അപ്പോൾ ഇതുപോലെ ഏത് വെക്ടർ എടുത്താലും ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് സ്പാൻ എന്ന് പറഞ്ഞാൽ. അതായത് ആൽഫേനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ x1, x2, എക്സിട്ര xn-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതിക്കൂടെ? E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ x1 ഇൻറ്റു E1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? x1 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലമെൻറ്റ് x1 വരും. ഓക്കെ, പ്ലസ് x2 ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് എഴുതാം. സെക്കൻഡ് എലമെൻറ്റ് എന്ത് എഴുതും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? സെക്കൻഡ് എലമെൻറ്റ് x2 വരും. ഓക്കെ, പ്ലസ് എക്സിട്ര xn ഇൻറ്റു En എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഏത് വെക്ടർ x1, x2, എക്സിട്ര xn എടുത്താലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 E1 പ്ലസ് x2 E2 പ്ലസ് എക്സിട്ര xn En ഈക്വൽ ടു xn En എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ സ്പാനാണ്. ഈ വെക്ടേഴ്സ് വെച്ച് ഇതിലേത് വെക്ടറും നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കിട്ടി. പിന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഈ സെറ്റ് ഇതിൻ്റെ ഒരു ബേസിസ് ആണ്, FN-ൻ്റെ ഒരു ബേസിസ് ആണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ E1 E2 എക്സിട്ര En എന്ന് പറയുന്നത് FN-ൻ്റെ ബേസിസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ബേസിസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ FN. അപ്പോൾ F2-ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരിക്കും? F2-ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് E1 E2 എന്ന് പറഞ്ഞാൽ 1001. F3-യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരിക്കും? 100 010 001. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. Let P be an invertible n by n matrix. Let P be an invertible n by n matrix. Invertible n by n matrix എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ റാങ്ക് ഫുള്ളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണ്. അതാണ് അർത്ഥം. ഓക്കെ, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് P എന്ന് പറയുന്നത് എന്തെല്ലാം? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താവാൻ പാടില്ല? നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ അതാണ് ഇതിൻ്റെ പ്രത്യേകത. P എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. പിന്നെ അത് ഇൻവെർട്ടിബിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി ഇതിലെ എൻട്രീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് ദ എൻട്രീസ് ഇൻ ദ ഫീൽഡ് F. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P1, P2, എക്സിട്ര Pn എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ കോളം വെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. കോളംസ് ആണ്, ഓരോ കോളംസ് ആണ് P1, P2, എക്സിട്ര Pn എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ കോളംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോം അതായത് P1, P2, എക്സിട്ര Pn എന്നുള്ളത് എന്ത് ഫോം ചെയ്യും? ഒരു ബേസിസ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. P എന്നുള്ളത് ഒരു ഇൻവെർട്ടിബിൾ n by n മെട്രിക്സ് ആണ് വിത്ത് എൻട്രീസ് ഇൻ ദ ഫീൽഡ് F. ദെൻ P1, P2, എക്സിട്ര Pn, the columns of P forms a basis for the space of column matrices F n by 1. ഇതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് ഇത് നിൽക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബേസിസ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം? അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ അത് സ്പാൻ ചെയ്യുന്നു എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് P എന്നുള്ളതൊരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണ്.
എക്സ് എന്നുള്ളത് ഒരു കോളം മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഒരു കോളം മെട്രിക്സ് ഇങ്ങനെ എഴുതാമെന്ന് വിചാരിക്കും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സിട്ര xn, ഇങ്ങനെ ഒരു കോളം മെട്രിക്സ് ആണ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി എന്ന് പറയുന്നത് എന്താ? P1 P2 എക്സിട്ര ഇതൊക്കെ അതിൻ്റെ ഓരോ കോളംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? x1 P1 പ്ലസ് x2 P2 പ്ലസ് എക്സിട്ര xn Pn എന്ന് നമുക്ക് എഴുതാം. ഇനി പി എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് പി എന്നുള്ളത് ഒരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു ഹോമോജീനിയസ് സിസ്റ്റം അല്ലേ? ഹോമോജീനിയസ് സിസ്റ്റമാണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിലെ എല്ലാ വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതായത് പി എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു ഹോമോജീനിയസ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിന് ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഹോമോജീനിയസ് സിസ്റ്റത്തിന് 2 ടൈപ്പിലാണ് സൊല്യൂഷൻസ് വരിക. ഒന്നുകിൽ അത് ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാം. ഓക്കെ, അങ്ങനെ 2 കേസുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അത് ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഇത് ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് എന്തായാലും അതിൻ്റെ സൊല്യൂഷൻ എന്തു മാത്രമേ വരുള്ളൂ? ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ വരുള്ളൂ. അതായത് ട്രിവിയൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 0 മാത്രമേ അതിന് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? P1 P2 എക്സിട്ര Pn എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം x1 x0 എന്ന് പറഞ്ഞാൽ x1 x2 എക്സിട്ര xn എല്ലാം 0 ആണ്. അപ്പോൾ P1 P2 എക്സിട്ര Pn എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അതെങ്ങനെയാണ് Fn/1നെ നമ്മൾ സ്പാൻ ചെയ്യണമെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് x ഈക്വൽ ടു P ഇൻവേഴ്സ് y ആണെന്ന് വിചാരിക്കാം. എക്സ് ഈക്വൽ ടു പി ഇൻവേഴ്സ് വൈ ആണെന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു പി ഇൻവേഴ്സ് വൈ ആണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ ഇസ് ഈക്വൽ ടു പി എക്സ് എന്ന് എഴുതാം. പി എക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 P1 പ്ലസ് x2 P2 പ്ലസ് എക്സിട്ര xn Pn. ഇതാണ് വരിക. വൈ ഇസ് ഈക്വൽ ടു x1 P1 പ്ലസ് x2 P2 പ്ലസ് എക്സിട്ര xn Pn. ദാറ്റ് ഈസ് ഈ വൈയിലെ ഏത് വെക്ടേഴ്സ് എടുത്താലും, വൈയിൽ ഏത് മെട്രിക്സ് ആണത്, അതേ ഏതിനെയും നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇങ്ങനെ എഴുതാൻ പറ്റും. x1 P1 പ്ലസ് x2 P2 എന്നുള്ള ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് വെക്ടേഴ്സിനെയും സ്പാൻ ചെയ്യുന്നത് കൊണ്ട് ഇത് സ്പാൻ ആണ്, പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് P1 P2 എക്സിട്ര Pn എന്ന് പറയുന്നത് Fn/1ൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു തിയർ ആണ്. ലെറ്റ് V be a vector space which is spanned by a finite number of vectors, a finite set of vectors b1, beta 1, beta 2, etc. beta m. Then any independent set of vectors in V is finite and contains no more than m elements. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. ലെറ്റ് V be a vector space. V ഒരു വെക്ടർ സ്പേസ് ആണ്. ഇത് സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സിൻ്റെ ബീറ്റ 1, ബീറ്റ 2 എക്സിട്ര ബീറ്റ എം, ഈ വെക്ടേഴ്സ് വെച്ച് ഇതിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. V എന്നുള്ളതൊരു വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? m എലമെൻറ്റ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എനി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വിയിലെ ഏത് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അത് ഫൈനൈറ്റ് ആയിരിക്കുകയും ചെയ്യും. അതിലൊരിക്കലും ഈ എമ്മിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് V എന്ന് പറയുന്നത് ഈ വെക്ടേഴ്സ് വെച്ചിട്ടാണ് സ്പാൻ ചെയ്യുന്നത്. ഈ വെക്ടേഴ്സ് വെച്ചിട്ട് സ്പാൻ ചെയ്യുകയാണെങ്കിൽ വിയിലെ വേറെ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അത് ഈ എമ്മിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്പാൻ ചെയ്യുന്ന സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റായിരിക്കും അതിലെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് വരിക. ഓക്കെ, ഈ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റാണ് വരിക. ഇതിനേക്കാൾ വലിയൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്താവില്ല എന്ന് പറയുന്നത്? ഇൻഡിപെൻഡൻ്റ് ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എനി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V is finite and contains no more than m elements. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കണേ? ആദ്യം തന്നെ എന്താ എടുക്കേണ്ടത്? S എന്നുള്ളത് അങ്ങനെയുള്ളൊരു സെറ്റാണെന്ന് വിചാരിക്കുക. എങ്ങനെയുള്ളൊരു സെറ്റാണെന്ന് വിചാരിക്കുക?
എസ്സിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n. ഓക്കെ, എസ്സിൽ n എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ n എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടിയതാണ്, n ഗ്രേറ്റർ ദാൻ m. അപ്പോൾ അവർ പറയുന്നു ഇത്രയും എലമെൻറ്റ്സ് മാത്രമേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നു അതിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റ് ഉണ്ട്, എസ് എന്നാണ് അതിന് പേര്, n ഗ്രേറ്റർ ദാൻ m ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കറിയാവുന്ന കാര്യം എന്താ, ഈ ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ m സ്പാൻ v എന്നാണ് നമുക്ക് അറിയുക. അങ്ങനെയാണെങ്കിൽ ഈ വിയിലെ ഒരു വെക്ടറായ ആൽഫ ജെയിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിയിലെ ഒരു വെക്ടറായ ആൽഫ ജെയിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ i വാരീസ് ഫ്രം 1 to m aij ബീറ്റ ജെ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോറി, ഐ ജെ അല്ല, ഇവിടെ ഐ വാരീസ് ഫ്രം എന്നല്ല എഴുതിയത്, ഐ വാരീസ് ഫ്രം aij ബീറ്റ ഐ എന്ന് എഴുതാൻ പറ്റും. ആൽഫ ജെനെ എങ്ങനെ എഴുതാം? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to m aij ബീറ്റ ഐ എന്ന് എഴുതാൻ പറ്റും. ഐ ആണ് അതിൽ. ഈ aij എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാം, കാരണം സ്പാൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യണേ വെച്ചാൽ കുറച്ച് സ്കെയിലാസ് എടുക്കാം. അതായത് x1, x2, എക്സെട്ര xn എന്നുള്ളത് സ്കെയിലാസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n എന്തായിരിക്കും വരിക? x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n ഈസ് ഈക്വൽ ടു, നമുക്കതിനെ സമേഷനിൽ എന്ത് എഴുതാം? സിഗ്മ j വാരീസ് ഫ്രം 1 to n എക്സ് ജെ ആൽഫ ജെ. ഇതിനെ സമേഷൻ ആക്കി എഴുതി, j വാരീസ് ഫ്രം 1 to n എക്സ് ജെ ആൽഫ ജെ. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ j വാരീസ് ഫ്രം 1 to n എക്സ് ജെ ഇൻറ്റു, നമുക്ക് ഓൾറെഡി ആൽഫ ജെ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to m aij ബീറ്റ ഐ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഒന്നും കൂടി, ദിസ് ഇസ് ഈക്വൽ ടു, ഈ സിഗ്മ ഒന്നിച്ചെടുക്കുമ്പോൾ സിഗ്മ j വാരീസ് ഫ്രം 1 to n സിഗ്മ ഐ വാരീസ് ഫ്രം 1 to m aij ഇൻറ്റു എക്സ് ജെ ഇൻറ്റു ബീറ്റ ഐ എന്നെഴുതാം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, വീണ്ടും സിഗ്മ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to m സിഗ്മ j വാരീസ് ഫ്രം 1 to n aij എക്സ് ജെ ഇൻറ്റു ബീറ്റ ഐ. ഓക്കെ, ഇനി n എന്ന് പറയുന്നത് എമ്മിനേക്കാൾ വലുതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു n/n മെട്രിക്സ് അല്ലെങ്കിൽ ഒരു m/n മെട്രിക്സ്, അതായത് n m ഈക്വൽ അല്ലാത്തൊരു മെട്രിക്സ് എടുത്തിട്ട് n ഗ്രേറ്റർ ദാൻ m വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുക. ഓക്കെ, എ എന്നുള്ളത് ഒരു n/m മെട്രിക്സ് ആണ്, n ഗ്രേറ്റർ ദാൻ m ആണ്. n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ ഈ ax ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഏത് ടൈപ്പ് സൊല്യൂഷനാണ് ഉണ്ടാകുക? ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാകുക. ഓക്കെ, ഒരു m/n മെട്രിക്സിൻ്റെ എമ്മും എന്നും ഈക്വൽ അല്ല, n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ ഇത് ax ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാകുക. ഓക്കെ, നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാകുക എന്നാണ്. അപ്പോൾ ഈ ഒരു സമ്മ് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു സമ്മ് എന്ന് പറയുന്നത് ax എന്നുള്ള ഫോമിലല്ലേ വരുന്നത്, സിഗ്മ j വാരീസ് ഫ്രം 1 to n aij എക്സ് ജെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സമേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ j 1 to n aij എക്സ് ജെ ഈക്വൽ ടു 0 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലെ x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് എല്ലാം 0 ആവണമെന്നില്ല, കാരണം നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഇതിനുണ്ടാക്കുക. ഓക്കെ, ഇതിലെ എമ്മും എന്നും ഈക്വൽ അല്ല. അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് എങ്ങനെയുള്ള സൊല്യൂഷനാണ് ഉണ്ടാവുക? ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാകുക. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ x1, x2, എക്സെട്ര xnൻ്റെ വാല്യൂസ് എല്ലാം തന്നെ 0 അല്ല, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നോൺ 0 ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒന്ന് നോൺ 0 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാകുക. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
x1 ആൽഫ 1 നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള, അതായത് ഈ സമ്മേഷൻ എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നിന്നാണ് വന്നത്. x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൽ എന്താണ് വരുന്നത്? ഇതൊരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആണെന്നാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ n ഗ്രേറ്റർ ആയിട്ട്, എമ്മിനേക്കാൾ വലുതായ ഒരു n എടുത്തത് കൊണ്ടാണ് ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നത്. അങ്ങനെ ഏത് എമ്മിനേക്കാൾ വലിയൊരു സെറ്റ് എടുത്താലും അത് എമ്മിനേക്കാൾ വലിയൊരു സെറ്റ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ കൊറോളറി. If V is a finite dimensional vector space, then any two bases of V have the same number of elements. അതായത് ഇത്രേ പറയുന്നുള്ളൂ. V എന്നുള്ളതൊരു വെക്ടർ സ്പേസ് ആണ്. ഇതിന് രണ്ട് ബേസിസ് ഉണ്ടെന്ന് വിചാരിക്കുക, B1 B2. അങ്ങനെയാണെങ്കിൽ രണ്ട് ബേസിസ് ഉണ്ടെങ്കിൽ ഇതിന് രണ്ടിനും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇത് രണ്ടും ഫൈനൈറ്റ് ആവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യം നമുക്ക് എടുക്കാം, ഇതിൻ്റെ ഒരു ബേസിസ് B1 ഈക്വൽ ടു β1 β2 എക്സിട്ര βm. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? m എലമെൻറ്റ്സ് ആണുള്ളത്. B1 എന്നുള്ള ബേസിസ് ആണ്, β1 β2 എക്സിട്ര β. ബേസിസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഇത് സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്ത തിയറി എന്താ? ഇത് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഏത് സെറ്റ് എടുത്താലും അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേറൊരു ബേസിസ് B2 ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു ബേസിസ് B2 ഉണ്ട്, അത് ആൽഫ 1 ആൽഫ 2 എക്സിട്ര ആൽഫ n ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബേസിസ് ആണ്, ഇത് സ്പാൻ ചെയ്യും. ഇത് സ്പാൻ ചെയ്യുന്നത് കൊണ്ട് ഈ എമ്മിനേക്കാൾ വലിയ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സപ്പോസ് n ഗ്രേറ്റർ ദാൻ m ആണെന്ന് വിചാരിക്കൂ, n ഗ്രേറ്റർ ദാൻ m. അപ്പോൾ ഈ ആൽഫ 1 ആൽഫ 2 എക്സിട്ര ആൽഫ n ബേസിസ് ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ, സപ്പോസ് ഇത് വലുതാണെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവില്ലേ? അപ്പോൾ ഇത് ബേസിസ് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതും ബേസിസ് ആണ്, ഇത് സ്പാൻ ചെയ്യുന്നുണ്ട്, ഇത് ബേസിസ് ആണെങ്കിൽ കഴിഞ്ഞ തിയറ പ്രകാരം എന്തായാലും ഈ സെറ്റ് എന്തായിരിക്കണം? എമ്മിനേക്കാൾ ചെറുതായിരിക്കണം. ഇതായിരിക്കണം മാക്സിമം ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എം ആയിരിക്കണം വലുതായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ m ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. കാരണം ഇതാണ് സ്പാൻ ചെയ്യുന്നത്, ഇതിനേക്കാൾ വലിയ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകും, അതുകൊണ്ട് ഇത് ബേസിസ് ആവാൻ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ബേസിസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ബേസിസ് ആണെങ്കിൽ ഇത് സ്പാൻ ചെയ്യുന്നത് കൊണ്ട് ഈ സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം ഇതിനേക്കാൾ കുറവാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ n എന്ന് പറയുന്നത് എമ്മിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ കിട്ടി. ഇനി തിരിച്ചെടുക്കാം, ഇതും ബേസിസ് ആണ്, ഇതും ബേസിസ് ആണ്. ആൽഫ 1 ആൽഫ 2 എക്സിട്ര ആൽഫ n ബേസിസ് ആണെങ്കിൽ ഇത് സ്പാൻ ചെയ്യും. ഇത് സ്പാൻ ചെയ്യുമെങ്കിൽ ഇതിനേക്കാൾ കൂടിയ സെറ്റ് ഇതാവാൻ പാടില്ല. ഇതിനേക്കാൾ കൂടുതൽ m ആണെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകും, അപ്പോൾ ബേസിസ് ആവാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ഇതിനേക്കാൾ ചെറുതായിരിക്കണം ഈ സെറ്റ് എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. രണ്ടിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടുന്നത്? m ഈക്വൽ ടു n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ബേസിസ് ഉണ്ടെങ്കിൽ രണ്ടിലെയും എലമെൻസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. ഓക്കെ.